സീനാട്ടോ ഇത് സീനാ, ഇത് നല്ല സീനാട്ടോ. ഹലോ ഫ്രണ്ട്സ്, ചെങ്ങിനമാടിൻ്റെ ഗോയക്കയാക്കി ഗോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്, രണ്ടാമത്തെ ദിവസത്തിലേക്ക് ടെന്റിൽ നിന്ന് ഞാൻ സ്വാഗതം പറയുകയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ ഫൈമുണ്ട്. ഫൈമേ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? സെറ്റാണ്. പയ്യല്ലേ, കളന്നല്ലേ? ഇന്നലെ ഉറക്ക് തീരെ ശരിയായിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. 9 മണി വരെ കിടന്നുറങ്ങി കേട്ടോ. 6 മണിക്ക് ഞാൻ പോണമെന്ന് വിചാരിച്ചതാണ്. അവൻ 9 മണി വരെ കിടന്നുറങ്ങി. വെളുപ്പാട് 4 മണിക്ക് എണീറ്റു. ഇവൻ കാരണം ഞാൻ 4 മണിക്ക് എണീറ്റു. അപ്പൊ ഞാൻ വിചാരിച്ചു 6 മണി വരെ ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞു. ഇവൻ ഇടയ്ക്ക് പറഞ്ഞു ഉറങ്ങടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന് ബുദ്ധിമുട്ടാവും ഞാൻ എണീറ്റിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിയപ്പോൾ 9 മണിയായി കേട്ടോ. എന്നിട്ട് ഞാൻ ഇവനെ ഇപ്പൊ തട്ടി ഉണർത്തി. അവനാണ് അവന് ചായ കോഫി വേണം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ചായ ഒന്നും കുടിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ അവനെ കുക്കാക്കി കേട്ടോ. അവനെ ഉണ്ടായിക്കോളും. അതെ കോഫി ഇല്ലാണ്ട് ഒന്നും ശരിയാവില്ല. അപ്പോൾ നമ്മൾ രാവിലെ കോഫി, പറ്റുമെങ്കിൽ എന്തെങ്കിലും കഴിക്കണം. ഇനി സമയമില്ല. ഇതെല്ലാം പാക്ക് ചെയ്യണം. പാക്കിങ്ങിനാണ് കേട്ടോ ഏറ്റവും ടൈം പോകുന്നത്. പുറത്തുള്ള ഇത് നോക്കിക്കേ, ഇന്നലെ മഴ ഉള്ളതുകൊണ്ട് കുറച്ച് ഒഴുക്ക് കൂടിയെന്ന് തോന്നുന്നു. ഒഴുക്ക് കൂടട്ടെ, നല്ലതാണ്. അടിയൊഴുക്ക് വന്ന് എൻ്റെ ആമസോണിലെ പോലത്തെ സംഭവം നടക്കാതിരുന്നാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കയാക്ക് ഗോയുടെ കയാക്ക് പല്ലേക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വിസ്തൃത നദിയിലാണ് കേട്ടോ പള്ളിക്കണ. ഓൾറെഡി ലേറ്റായി, അതാണ് വേറെ പ്രശ്നം. നല്ല തണുപ്പുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലപോലെ ഇങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ട് ഒരു യൂറോപ്പിൽ സമ്മറിന് നടക്കുന്നത്. ഓസ്ട്രേലിയയിലൊക്കെ സമ്മറിന് പോയിരിക്കുമ്പോൾ സമ്മറിലായാൽ പോലും അധികം അങ്ങനെ ടീഷർട്ട് ഇടാൻ പറ്റില്ല. വല്ല ഇതിടണം, ഭയങ്കര തണുപ്പാണ്. ഇവിടെ പോളുണ്ട് ഓക്കെ ആയിട്ട് വന്നു. എല്ലാം സായിയുടെതാണ് കേട്ടോ. സായിയാണ് എനിക്ക് ഫേസ് വാഷ്. ഞാനിപ്പോൾ ഒരു ഫേസ് വാഷ് UK നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അത് 100 ml കൂടുതലായതുകൊണ്ട് അവർ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞു കേട്ടോ. ഇപ്പോൾ പിന്നെ സായി അന്ന് കൊറിയന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. കോഫി കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറങ്ങാം. ഞാൻ പറഞ്ഞുതരാം. ബ്രേക്ക്ഫാസ്റ്റ് ക്രീം ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. റേഷൻ സംവിധാനം പോലെയാണ് കേട്ടോ. ഹലോ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അവരെന്തോ പിക്നിക് സ്റ്റുഡൻസിനെ ടീച്ചർമാർ സ്റ്റുഡൻസിനെ എന്തോ പഠിപ്പിക്കാനോ എന്തിനൊക്കെ വന്നതാണ് കേട്ടോ അവിടെ. നമ്മളിവിടെ രാവിലെ പാക്കിങ് തുടങ്ങി. സമയം നല്ല ലേറ്റായി. അവിടെ കുട്ടികളൊക്കെ അതാ പോവുകയാണ്. ഇവരെന്താ ചെറിയൊരു ക്ലാസ് കുട്ടികൾക്ക് നേച്ചറിലൊക്കെ വന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നോക്കിക്കേ എന്ത് രസം. അവർ റിഫ്ലക്ടറൊക്കെ ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. നല്ല ഇതുണ്ട് കേട്ടോ. കുട്ടികളെ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ നാട്ടിലും സത്യത്തിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ നാടും അങ്ങനെ പല ഇതിലൊക്കെ ഇങ്ങനെയാണ്. പണ്ടത്തെ ഒരു സംവിധാനം ഉണ്ടല്ലോ. പിന്നെ ഞാൻ യാത്ര ചെയ്ത് നടക്കുകയല്ലേ, അപ്പം നാട്ടിലെ കാര്യങ്ങൾ പൊതുവെ അറിയാമെങ്കിലും നാട്ടിൽ നടക്കുന്ന ഇതുപോലത്തെ ഉള്ള ചെറിയ കാര്യങ്ങൾ, സ്കൂളിൽ നടക്കുന്ന പുതിയ സിലബസ് മാറ്റങ്ങൾ, കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെ അറിയാതെ പോകുന്നുണ്ട്. ചില സമയത്ത് വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ നെട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആയി എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. അപ്പം നമ്മുടെ നാട് മാറുന്നുണ്ട്. Stop. Block, Modeline, stop, sleep. Yesterday sleep here. What time is it used for us? How long this time? 10-15 days. 15 days. You dance. Mm-hmm. Yeah, we are travel the world. Yes. Fantastic. One day, big problem. Accident. Almost died. And tree. കുറച്ച് പെമ്പിള്ളേർ ഇവിടെ നിന്ന് കേട്ടോ.
അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ കൊടുത്തു. അവർ ഫോട്ടോ എടുത്തു. ഫൈം അവരെടുത്ത് വെച്ചു. അല്ല, ഫൈം അവരുടെ അടുത്ത് പറഞ്ഞു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഗിഡാൻസ്കിലോട്ട് പോവുകയാണെന്ന് കയാക്കിങ്ങിന്. അവർക്ക് മനസ്സിലായത് നിങ്ങൾ നമ്മുടെ കൂടെ വരുന്നോന്ന് കേട്ടോ. നാറി വില പോയി കേട്ടോ. അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അവർക്ക് മനസ്സിലായത് നീ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അവർ പറഞ്ഞു ഇല്ല, നോട്ട് റിയലി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു മുഖം അങ്ങ് മാറിപ്പോയി കേട്ടോ. നീ കോഴിയാണെന്ന് വിചാരിച്ചു കാണും. അത് സത്യമാണല്ലേ? ഞാൻ ചോദിച്ചത് വേറെയാണ്. അല്ല, അത് സത്യമാണ്. പക്ഷേ അത് സത്യമല്ല. അപ്പോ നമ്മുടെ യാത്ര തുടങ്ങിയാണ്. എന്താ ഈ സാധനത്തിൽ കൊരുത്ത് വെക്കട്ടെ. പോവാൻ വൈമേ. ഷാർക്ക് വെക്കണോ അല്ലേ? ഷാർക്ക് വെക്കണം. ഷാർക്ക് എവിടെയാ? അതോ ഇരിക്കണം. ഒരു ഷാർക്ക് വന്നേ. ഇതാണ് നമ്മുടെ ഷാർക്ക് കേട്ടോ. ഇത് കൊണ്ടുപോയി അടിയിൽ ഫിറ്റ് ചെയ്യണം. ഒരു മകനെ ഷാർക്കൊടിയല്ലേ? ഓക്കെ. ഷാർക്ക് തറയെ തട്ടാത്ത രീതിയിൽ. ഓക്കെ. ഈ വള്ളം കൊണ്ടുപോകുന്ന ഈസി അല്ല കേട്ടോ. ഇങ്ങോട്ട് വെച്ചോ അവരെ. അല്ല, അങ്ങോട്ട് വെള്ളത്തിലോട്ട് വെച്ചോ. ഇതിലൂടെ ഇറങ്ങിക്കോ, കുഴപ്പമില്ല. ഇല്ലാടാ, വെള്ളത്തിൽ വെച്ചോ. ആ ക്യാമറ ഓഫ് ചെയ്യോ. മുകളിൽ വന്നിട്ട് ഇട്ടായി. ക്യാമറ ഒന്ന് ഓഫ് ചെയ്തേ. നമ്മുടെ ഇന്നത്തെ ഗോ കയാക്കിംഗ് ഗോയുടെ പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഫുൾ അഴുക്കായി കേട്ടോ, കാലിൽ ഫുൾ. കാലിൽ ഫുള്ള് ചെളിയായി. ഫൈമ ഓക്കെ അല്ലേ? രാവിലത്തെ ആ ഫ്ലോയിൽ അങ്ങ് പോവാം. തന്നെ ഇപ്പൊ ഓക്കെ ആണോ? സമാധാനായി, ഹാപ്പി. പോവാം. റെഡി? ഓക്കെ. ഇന്നെന്തോ ഇന്ന് ഞാൻ കുറച്ച് രാവിലെ നല്ല സുഖമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പി കേട്ടോ. ഇന്ന് വെയിറ്റ് ഒക്കെ കുറഞ്ഞടാ ഫൈമേ അല്ലേ? ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കുറേ സാധനങ്ങൾ കളഞ്ഞു. പാലൊക്കെ കുറേ കളഞ്ഞു. മുട്ട പോയി. ഇന്ന് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഇന്ന് നമുക്ക് നല്ലപോലെ പോകണം. ഫൈമിൻ്റെ അടുത്ത് എത്തിയിട്ട് ഫൈമിൻ്റെ കടിച്ചിടും. വെയിറ്റ് ചെയ്ത് കേട്ടൂടാ. എനിക്കിന്ന് ഫാസ്റ്റായിട്ട് പോകുന്നില്ലാടാ. എന്താന്തോ എനിക്കെന്തെങ്കിലും പറ്റിയോ? കേട്ടില്ല തന്നെ. ഫൈം ഹാപ്പിയായി. ഫൈമിൻ്റെ ഇന്ന് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫൈം പറഞ്ഞു അവന് വരാൻ പറ്റൂല, 2 ദിവസം കഴിയുമ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഫൈമേ ഒരു ഹായ് പറ. കണ്ടുകൂടാ നിന്നെ. ഇരിക്കട്ടെ. ഓക്കെ. കണ്ടു. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മോഡലിലാണ്. മോഡലിൽ എത്താമെന്നോ? ഇവ ആദ്യത്തെ ദിവസം പറഞ്ഞു. ആദ്യത്തെ ദിവസം നമ്മൾ മോഡലിലായിരുന്നു എത്തേണ്ടത്. പക്ഷെ നമ്മള് 2:30ക്കാണ് ഇറങ്ങിയത്. ഇന്നും 11:30ക്കാണ് ഇറങ്ങിയത്. പക്ഷെ എന്നാലും നമ്മള് മാക്സിമം നേരത്തെ പിടിക്കും. പോവാം. അപ്പോൾ റെഡി, ലെറ്റ്സ് ഗോ. നമ്മൾ ആ ഒഴുക്കി പിടിക്കാം കേട്ടോ. ഇന്നെന്തോ എനിക്കെന്തോ ഒരു കംഫർട്ട് കുറവ് കേട്ടോ. ഫ്രണ്ടിലോട്ട് ഞാൻ ബാക്കിലെല്ലാം ലഗേജ് ആയതുകൊണ്ട് തന്നെ എന്തോ അതൊന്ന് നേരാക്കണം കേട്ടോ. ഇന്നെന്തോ എന്തൊക്കെയൊരു കംഫർട്ട് കുറവ് പോലെ. വാവ്, ഒഴുക്ക്. ഒരു നല്ല കുത്തൊഴുക്കുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. കുത്തൊഴുക്കിലൂടെയൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം. അല്ലോ വെയിറ്റ് ഞാൻ വരാം. അല്ലോ ശേ, അതെങ്ങനെയാടാ പണി കിട്ടിയിരിക്കുന്നത്? ഞാൻ സാധനം എടുക്കാം. ഇമ്പോർട്ടൻ്റ് സാധനം. അയ്യോ ശേ, എങ്ങനെ പറ്റിയാ? ശേ, സാധനം പോയി. വണ്ടി മുറിഞ്ഞ് എൻ്റെ ഫുള്ള് വെള്ളമായി. നീ ഓക്കെ അല്ലേ? കയറി കുഴിയിലാവണ്ട. ഫൈമിൻ്റെ വഞ്ചി പറഞ്ഞു കേട്ടോ. പണി കിട്ടിയ. ഞാൻ പേടിച്ചു കേട്ടോ. ഫഹീം മറിഞ്ഞു വീണപ്പോൾ
കേറ് കുഴിയിൽ പോണ്ട. എടാ ഇത് കുഴിയിലും അല്ല വീണെങ്കിലാ. അടിപൊളി. ഇത് കുഴിയിലും അല്ല വീണെന്നെങ്കിലാ. ഭാഗ്യത്തിന് ആഴമില്ല കേട്ടോ. ഇവിടെ കല്ലുകളുള്ള ഏരിയ. ഇത് മറിഞ്ഞങ്ങ് പോയി കേട്ടോ. ഞാൻ പേടിച്ചു പോയി. രക്ഷകൻ, ഞാനാണ് നിന്റെ രക്ഷകൻ. പിടിച്ചില്ലേ? എടാ ഇവിടെ ആഴമുണ്ട്, നീ കേറ്. ആയൊന്നുമില്ല. തണുത്തല്ലോ, നല്ലപോലെ ചാടി എല്ലാം പോയല്ലോ. പാവം കേട്ടോ. ഞാൻ നോക്കി പൊരുത്തം മറിഞ്ഞങ്ങ് വീണ്. ഞാൻ നീന്തി വന്നാലോ? നീന്തി വന്നോ നീ? ആ ഞാനൊരു നരൻ. കേറ് വാ കേട്ടോ. നല്ല തണുപ്പല്ലേ? കാല് മരവിക്കണം കേട്ടോ. നല്ല തണുപ്പുണ്ട്. സൈഡ് പിടിച്ച ഒഴുക്കുണ്ട്. നല്ല മഴ ചാറ്റലും ഉണ്ട് ഇവിടെ. നല്ലപോലെ മഴ ചാറുവാണ്. എൻ്റെ ആമസോൺ മെമ്മറികൾ എനിക്ക് ഓർമ്മ വരുന്നു ഈ തടിയും കമ്പൊക്കെ കാണുമ്പോൾ. ഭാഗത്ത് ഒരു ചെറിയ കപ്പലാണ് കേട്ടോ. അത് മുങ്ങിപ്പോയതിൻ്റെ അവശിഷ്ടമാണ് അവിടെ കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഷിപ്പ് കേട്ടോ. ഷിപ്പ് മരത്തിലിടിച്ചെന്തോ തടിയുടെ, വലിയ ഷിപ്പല്ല, ബോട്ടെന്ന് വേണമെങ്കിൽ പറയാം. തടി ബോട്ട്. ചിലയിടത്ത് നല്ലോണം മണ്ണുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം. എനിക്ക് പെട്ടെന്ന് എൻ്റെ ആമസോണിൻ്റെ അന്ന് മണ്ണിൽ സ്റ്റക്കായ ഒരു ദിവസം ഉണ്ട് കേട്ടോ. അത് ഓർമ്മ വരുമോ? കുഴി അതങ്ങോട്ട് കുഴിയുണ്ട്. അങ്ങനെ ഫഹീമും ഞാനുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യണം കേട്ടോ. ഫഹീമിൻ്റെ സാധനത്തിൽ ഞാൻ കയറട്ടെ. പോ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇടല്ലേ? ഇതും കൊള്ളാലോ, നല്ല രസമുണ്ട് കേട്ടോ. ഇത് എയറിൽ ഇരിക്കണ പോലെ ഉണ്ടല്ലേ? എയറിൽ ഇരിക്കണ ഉണ്ട് കേട്ടോ. ഈ സാധനം വാച്ചാക്കുമ്പോൾ എയറിൽ നമ്മളെ എവിടെ ബഹിരാകാശത്തൊക്കെ നിൽക്കുന്ന ആ ഒരു ഫീൽ കേട്ടോ. കൊള്ളാമോടാ? ഇത് ഞാൻ നോക്കട്ടെ ഇതെങ്ങനെയെന്തോ. സുഖോ? ഇവിടെ നിൻ്റെത് സുഖമുണ്ടല്ലോ. പോടാ, നിനക്ക് ഉപയോഗിക്കാറുണ്ട് നടത്തുന്നു. ഇത് സംഭവം ഇതെനിക്ക് സുഖമായിട്ട് തോന്നുന്നു കേട്ടോ. ഫഹീമിന് എന്തുകൊണ്ട് സുഖമില്ല? ഫാസ്റ്റായിട്ട് ഇതാ കാറ്റ് പോകുന്ന പോലെ പോകുന്നത്. ഇതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടേ. പിന്നെ ഇത് സ്റ്റെബിലിറ്റി ഇല്ല, അതാണ് വേറൊരു പ്രശ്നം. ഇത് സ്റ്റേബിൾ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മളത് നിരപ്പിന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകില്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ആക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പളഞ്ഞു പോവും. മറ്റേത് എൻ്റെതെന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അതാണ് ഉപയോഗം. പക്ഷെ ഇത് നല്ലൊരു സാധനം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഫഹീമിന് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഫഹീമേ, ഇത് ഓക്കെ ആണല്ലോ? നമ്മളിനി കര പിടിക്കാനായിട്ട് നോക്കുവാണ്. നല്ല മഴ. അപ്പോൾ കരയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ചേ പോയുള്ളൂ കേട്ടോ. ഇനി കൂടുതൽ പോകണമെന്നുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. അവിടെ ഒരു ചെറിയൊരു ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഒറ്റക്കൈ വെച്ച് ക്യാമറ വെച്ച് തുഴയുന്നത് ഭയങ്കര പാടാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നടന്ന് പോകണം. 1 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ കരയെത്തുള്ളൂ. അങ്ങനെ ഒരു നദിക്കരയിൽ വന്നു. ഇവിടെ കയാക്കൊക്കെ കയറ്റി വെച്ചു. ബാക്കിയെല്ലാം മൂടി ഞാൻ സീറ്റൊക്കെ മൂടി ഇതുപോലെ ഇട്ടു. നല്ല തണുപ്പ് കേട്ടോ. നല്ല രസമുള്ള ഒരു നദിക്കര, നല്ല തണുപ്പ്. മഴ ആയതുകൊണ്ട് വെള്ളത്തിൽ ഫോഴ്സൊക്കെ കുറവാണ്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ ഒരു ലോക്കുള്ള 2-3-4 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. ഒരു ലോക്ക് എടുത്ത ഒരു ഡാം എത്തും. ആ ഡാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫാസ്റ്റ് ഉണ്ടായിരിക്കും. നല്ല കാട്ടുവഴിയിലാണല്ലോ നമ്മൾ വന്നത്.
നല്ല രസമുള്ള വഴിയല്ലേടാ ഫൈമേ? നല്ല രസമുള്ള വഴി കേട്ടോ. ഇവിടെ ഇതാ ഈ പുഴ എടുത്ത് മണ്ണ് എടുത്തുകൊണ്ട് പോയി ഒലിച്ചൊലിച്ച് നടക്കാനുള്ള വഴിയൊന്നുമില്ല. ഫഹീം, ഹൗ വാസ് ടുഡേ? ഓ നൈസായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മള് ഇവിടെ എത്തി. ഇനി എന്തേലും കഴിക്കണം, കാരണം ഇന്നലെ നമ്മള് മര്യാദക്കൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി കഴിച്ചില്ല. നല്ല KFC പോകാനുള്ള ഒരു പ്ലാനാണ്. നല്ല രസം. KFC നല്ല പ്രൊമോട്ട് ചെയ്യാ ഫഹീം. അതെ അതെ, എന്ത് ചെയ്യാൻ കുറച്ച് എനർജി. ഒരു പട്ടി അവിടെ. അത് പട്ടിയല്ല, മരത്തടി. അവൻ കിറങ്ങി ബോധമൊക്കെ പോയാടാ. നമ്മൾ പറഞ്ഞാലേ അട്ടിപ്പൊളി. ഇതാ ഫുള്ള് ചുമന്ന പൂക്കളും. എന്ത് രസമല്ലേ? നിനക്ക് പറ്റിയ മൂടാണ്ടാ. എന്താ രസമല്ലേ ഫൈവേ? വാവ്, വേറെ ലെവല് കേട്ടോ. എൻ്റെ അമ്മോ, ഇത് വേറെ മൂഡ് സാധനം. വെരി ബ്യൂട്ടിഫുൾ, അടിപൊളിയല്ലേ? കുറേ പോളിഷ് വില്ലേജുകളും. ഇതാ ഇവിടെ കുതിരോക്കിക്ക് നമ്മുടെ പാപ്പരാസിയും പപ്പാസിത്തോനെയും ഓർമ്മ വരുന്നു. മംഗോളിയയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എൻ്റെ കുതിരകൾ? നല്ല രസമുള്ള വില്ലേജ് വീടുകൾ, പോളിഷ് വീടുകൾ. ഇവർ വിചാരിക്കും പോലീസിനെ വെട്ടിച്ചിട്ട് ഇവന്മാർ ഇതിലേക്കൂടെ നടന്ന് എമിഗ്രൻസ് പോകുന്നതെന്ന് വിചാരിക്കും. ചിലപ്പം വിളിച്ചൊക്കെ പറയും പോലീസുകാരായതുകൊണ്ട്. ഫൈമേ, എമിഗ്രൻസ് എന്ന് വിചാരിക്കും. വിചാരിക്കുന്നൊന്നുമില്ലെന്നാ. അടിപൊളി. ഒരു കുടുംബമൊക്കെ അവിടെ നിൽക്കുന്നു. നോക്കിയ കുതിരകളവിടെ കളിക്കുന്ന. അടിപൊളി. കുട്ടികൾ ഓടി കളിക്കുന്നതോ. പട്ടിയും കുതിരയും. ഇതാ കുഞ്ഞു കുതിര, വലിയ കുതിര. അവിടെ ഒരു കൊച്ചു കുതിര അടിക്കുന്നു കേട്ടോ. നമ്മളെ കൊച്ചിലെ പോലെ തന്നെ നമ്മളെ പട്ടി അടിക്കൂലേ? നോക്കിക്കേ കുണ്ടണിപ്പയ്യൻ. ആ ഒരു കോലത്തില് നിന്റെ ഒരു ഇതാണ്, ഇൻസെക്യൂരിറ്റി ആണ്. അത് കറക്റ്റാ. എന്റെ കോലം കണ്ടാലേ അറിയാം. അതെ, അത് ഓന്റെ കോലത്തിൽ ഓനിക്കറിനുള്ള ഇൻസെക്യൂരിറ്റി ആണ്. ഞാൻ ഉടുപ്പൂരിയ നല്ല രസമാണ്. അല്ല, ജാക്കറ്റ് ഇട്ടേക്കുന്നുണ്ടോ? നിനക്ക് ഇഷ്ടമില്ല? ഇല്ല, എനിക്കില്ല. എനിക്കുണ്ട്. കാരണം അവൻ റൈസസ് അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മുടെ കബാബിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. രാവിലെ ആയിട്ടൊന്നും കഴിച്ചില്ല. ആകെ കുറച്ച് നട്ടും സാധനങ്ങളാണ് കഴിച്ചത്. ഇവിടെയാണ് നമ്മുടെ എയർപോർട്ട് അല്ലേ. ഞാൻ പോളണ്ടിൽ കാലുകുത്തി എയർപോർട്ട് ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ പോയാൽ മതി. എയർപോർട്ട് അടുത്തെത്തുന്നതാ. ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് ഇനി കുറച്ച് ഇതൊക്കെ വാങ്ങണം. ഫുഡ് വാങ്ങണം, ഓട്സ് വാങ്ങണം, പറ്റുമെങ്കിൽ പാസ്ത വാങ്ങണം. പിന്നെ എന്താ വേണ്ടത്? പിന്നെ നൂഡിൽസ് വാങ്ങാം അല്ലേ? നൂഡിൽസ് വാങ്ങണം. കാണുന്ന സ്ഥലത്ത് ഈ സെയിം പൂക്കൾ തന്നെയാണ് അല്ലേ? നമ്മളൊന്ന് KFCയിൽ പോകുന്നു, സർക്കിൾ കെയിൽ പോകുന്നു, ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങണം. നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കും, ഈവൻ ചെരുപ്പ് വാങ്ങലടക്കം. എൻ്റെ ചെരുപ്പ് പോയി കേട്ടോ. ചെരുപ്പ് അവിടെ ഞാൻ ലാസ്റ്റ് ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് അവിടെ ഇട്ടേക്കുവാണ്. ചെരുപ്പ് വരെ വാങ്ങാൻ വേണ്ടി പറ്റും. കൈയൊക്കെ അമ്മ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാക്കിയതാണ് കേട്ടോ. മസ്താങ് അല്ലേ? I'm famous. He's famous too. ഫൈവിലെ സമ്മതിക്കണം കേട്ടോ. ഞാൻ സമ്മതിച്ചോട്ടോ. അല്ല സമ്മതിച്ചു. അല്ല, കാരണം നമുക്കിപ്പോ എന്തായാലും നമ്മളെ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരാൻ പോകണില്ല. പിന്നെ നമ്മള് ട്രാവൽ ചെയ്യാണ് പറഞ്ഞത്. അപ്പൊ അയാൾക്ക് മനസ്സിലായി നമ്മളെന്താ ചെയ്തത്. അപ്പോൾ അയാൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തോട്ടെ. നമ്മളത് ചോദിച്ച് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ നമ്മളെ ട്രാവലിന്. ഞാനിനി 5 മിനിറ്റ് യാത്ര ചെയ്യാൻ വേണ്ടി പോവാം. പുള്ളിക്കാരൻ പറഞ്ഞില്ല അവർക്ക് കൊടുക്കട്ടെ. എനിക്കൊന്ന് പുള്ളിക്കാരൻ നമുക്ക് ഡിസ്കൗണ്ട് എന്തോ തരാൻ വേണ്ടി പോകുന്നു കേട്ടോ. വെയിറ്റ് ചെയ്ത് പറഞ്ഞു. കാരണം വെയിറ്റ് ചെയ്യുന്ന അറിയില്ല. നമ്മള് നോർമലി പൈസ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ₹1 വാങ്ങേണ്ടി ചിലപ്പോൾ ഫുള്ള് തരും. ഓക്കെ, ഇരുന്ന് നന്ദി. എനിക്ക് സമാധാനമായിട്ടോ. എങ്ങനെയുണ്ട് ഫൈമേ?
പുള്ളി നമ്മളെ അടുത്ത് മാറ്റി ഇരുന്നിട്ട് ലാസ്റ്റ് 5 സ്ലോട്ട് തന്നു. വില കുറച്ച് തന്നല്ലേ. 5 വിചാരിച്ച് ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. പുള്ളി വന്നിട്ട് 45 സ്ലോട്ടിയുടെ സാധനത്തിന് 40 സ്ലോട്ടി എടുത്തു. അത്രയും വ്യത്യാസമുള്ള കേട്ടോ. വിശപ്പ് കേട്ടോ. പൊക്കി പറയാനല്ല, നല്ല ടേസ്റ്റ്. ഒമ്പത്. നമ്മൾ ഇനി ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. 5 സ്ലോട്ടിയാ? 150 രൂപ അല്ലേ? 120 രൂപയ്ക്ക് ചെരുപ്പ്. എൻ്റെ ചെരുപ്പ് പോയി കേട്ടോ. നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് കുക്ക് ചെയ്യാനൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതൊന്നും ഫഹീമിന് ഇഷ്ടമല്ല കേട്ടോ. ഫഹീമിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനവും ഇഷ്ടമല്ല. ഫഹീമിന് ആകെ ഇഷ്ടം ഇതുപോലത്തുള്ള നൂഡിൽസ് അല്ലേ ഫഹീമേ? ഞാൻ ഈ ബീൻസൊക്കെ എടുത്തപ്പോൾ ഫഹീമിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ എന്തിനെടുത്തേന്ന് ഈ ബീൻസൊക്കെ? ഫഹീമിന് ഇതാണ്ട് ഈ സാധനവും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനവും വാങ്ങിച്ച് ഫുഡും കഴിച്ച് വീണ്ടും കാട്ടിലോട്ട് വന്നു. നമ്മുടെ ടെൻ്റൊക്കെ എടുക്കാനായിട്ടാണ്. നമ്മുടെ കയാക്കിങ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാന്തോ നമ്മുടെ കയാക്കൊക്കെ. അവിടെ തന്നെ കാണും, പടച്ചോനറിയാം. കുറേ ആൾക്കാർ ഇതിലൂടെ പോയി. കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ പോയിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മളിനി കയാക്കിന്ന് നമ്മുടെ സാധനം എടുത്ത് തൊട്ടപ്പുറത്ത് പോയിട്ട് ക്യാമ്പ് ചെയ്യും തിരിച്ചു പോയിട്ട്. കാരണം ഇവിടെ തൊട്ട് ഫുള്ള് കാടാകണ്ടില്ല. ഇവിടെ ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമില്ല. നമ്മുടെ കയാക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഫഹീമിനായിരുന്നു ഇത്രയും നേരം ടെൻഷൻ മാറിയാ നിൻ്റെ? വാ നമ്മളിനി സാധനമൊക്കെ എടുത്തിട്ട് പോവാണ് ക്യാമ്പ് ചെയ്യാനുള്ള. അങ്ങനെ നമ്മുടെ ടെൻറ്റ് വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തു. ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്തത്. ഈ കാണുന്നതാണ് നമ്മുടെ പുഴ, നമ്മുടെ വിസ്തുല നദി. വിസ്തുല നദി ഇനി ആരും മറന്നു പോരുത്. പോളണ്ടിലെ ഏറ്റവും വലിയ നദിയാണ് വിസ്തുല നദി. ആ നദി കൂടെയാണ് നമ്മളിങ്ങനെ കയാക്കിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫൈം ഓൾറെഡി അകത്തുണ്ട്. ഫൈമോ ഇതിലാണ്. അപ്പോൾ ഇനി ഉറങ്ങാമല്ലേ? സിനിമ കണ്ടിട്ട് ഉറങ്ങാമല്ലേ? നാളെ രാവിലെ 6 മണിക്ക് എണീക്കണം കേട്ടോ. എണീക്കോ? എണീച്ചേ പറ്റുമോ കേട്ടോ? ഇവർ രാവിലെ എണീക്കില്ല കേട്ടോ. ഇവ കിടന്ന് ഉറങ്ങും. നോക്കിക്കേ, ഇവ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ. എന്നിട്ട് എനിക്ക് സ്പേസ് തരൂല. ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ കിടക്കായിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ കിടന്ന് ഇവ എനിക്ക് സ്പേസും തരൂല. ശരി. അപ്പോ നമ്മളിനി കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് പറയാടാ. ഗുഡ് നൈറ്റ് ഗൈസ്. എൻജോയ് യുവർ ലൈഫ്. ടെന്റിൽ ഫുള്ള് വെള്ളം വീണു. രാത്രി നനവും തൊളിയും